പെട്രോൾ വില കൂടുമ്പോൾ കത്തിക്കയറുന്ന ഇന്ത്യൻ സ്റ്റോക്കുകൾ. ഓരോ തവണ പെട്രോൾ പമ്പിൽ നിന്ന് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഒരു വലിയ പ്രഹരം പോലെ നമുക്ക് തോന്നുന്നു. ന്യൂസിൽ മുഴുവനും ഇൻഫ്ലേഷൻ, മാർക്കറ്റ് അൺസർട്ടനിറ്റി, ക്രൂഡ് ഓയിൽ സ്പൈക്ക് എല്ലാം തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ഹെഡ്ലൈൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. പക്ഷേ സത്യം എന്താണെന്ന് കരുതിയാൽ ഈ ഒരു സാഹചര്യത്തിൽ 90% ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവുമ്പോൾ ബാക്കിയുള്ള 10% ഇൻവെസ്റ്റേഴ്സ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കണ്ടെത്തുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമ്പോൾ മാർക്കറ്റിൽ ഒരു സൈലന്റ് മണി റൊട്ടേഷൻ നടക്കുന്നുണ്ട്. സ്മാർട്ട് മണി സെക്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു മണി ഫ്ലോ എവിടേക്ക് പോകുന്നു, ഏത് ഇന്ത്യൻ സ്റ്റോക്കുകളിലാണ് പെട്രോൾ പ്രൈസ് ഹൈക്കിന്റെ സമയത്ത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്, ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റുകളിലെ ഏതൊക്കെ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് നമ്മളിവിടെ ചേർക്കുന്നു. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ പ്രഷറിൽ പോകുന്നത്? ആദ്യം തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമ്പോൾ മാർക്കറ്റിന്റെ വലിയൊരു ഭാഗം എന്തുകൊണ്ട് പ്രഷറിൽ പോകുന്നു എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 88 മുതൽ 89% വരെ ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് സ്പൈക്ക് വന്നാൽ അതിന്റെ ഇമ്പാക്ട് നേരിട്ട് തന്നെ നമ്മുടെ എക്കണോമിയെ ബാധിക്കാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ഉയരും. വെജിറ്റബിൾസ് മുതൽ സ്മാർട്ട് ഫോൺ വരെ എല്ലാത്തിന്റെയും വില കൂടുകയും ചെയ്യും. അതാണ് ആ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് പോലെയുള്ള കമ്പനികൾക്ക് ഫ്യൂൽ കോസ്റ്റ് ടോട്ടൽ എക്സ്പെൻസിന്റെ 40 to 50% വരെ ആണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുന്നത് അവരുടെ പ്രോഫിറ്റിനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ടയർ കമ്പനീസ്, സിമെന്റ് കമ്പനീസ്, കെമിക്കൽ മാനുഫാക്ചറേഴ്സ് എല്ലാവർക്കും ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉയരും. അത് മാത്രമല്ല FMCG, ഓട്ടോ സെക്ടറുകൾ പോലെയുള്ള കൺസ്യൂമർ ഡ്രിവൺ ബിസിനസ്സുകൾക്കും ഇമ്പാക്ട് ഉണ്ടായേക്കാം. കാരണം ഫ്യൂൽ പ്രൈസ് കൂടുമ്പോൾ ആളുകളുടെ ഡിസ്പോസിബിൾ ഇൻകം കുറയും. പുതിയ കാർ, TV, പ്രീമിയം പ്രോഡക്ട്സ് ഇവയൊക്കെ വാങ്ങാനുള്ള ഒരു സ്പെൻഡിങ് കുറയുകയും ചെയ്യും. പലർക്കും സർപ്രൈസ് ആകുന്ന മറ്റൊരു കാര്യം OMCs, ഇന്ത്യൻ ഓയിൽ, BPCL, HPCL പോലെയുള്ള ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ആണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് റൈസ് ഇവർക്കും പലപ്പോഴും ഒരു നെഗറ്റീവ് ആകാറുണ്ട്. കാരണം പൊളിറ്റിക്കൽ പ്രഷർ മൂലം ഫ്യൂൽ പ്രൈസ് ഉടനെ പാസ് ഓൺ ചെയ്യാൻ കഴിയാത്ത സമയങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ പ്രഷർ ചെയ്യുകയും പിന്നീട് ഗവൺമെന്റ് ഒരു പ്രൈസ് ഹൈക്കിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ആ ഒരു മാർജിൻ ഹിറ്റ് തീർച്ചയായിട്ടും ഈ ഒരു കമ്പനികൾക്ക് മുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റഡ് പോർട്ട്ഫോളിയോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ സ്മാർട്ട് മണി എന്താണ് ചെയ്യുന്നത്? അവർ മാർക്കറ്റ് വിടുന്നില്ല, സെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോ ഓയിൽ പ്രൈസ് സ്പൈക്കിന്റെ സമയത്ത് മാർക്കറ്റിൽ ഒരു പ്രെഡിക്റ്റബിൾ ക്യാപിറ്റൽ റൊട്ടേഷൻ നടക്കാറുണ്ട്. മണി ലോസ് ഉണ്ടാകുന്ന സെക്ടറിൽ നിന്ന് പുറത്തേക്ക് വരികയും പിന്നീട് ഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിക്കുന്ന സെക്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ ഓയിൽ ഡിപെൻഡൻസി കുറയുന്ന ഫ്യൂച്ചർ ടീംസിലേക്കോ ഒക്കെ അവർ മൂവ് ചെയ്യാറുണ്ട്. ഇതൊരു തിയറി മാത്രമല്ല, ചരിത്രത്തിൽ നടന്ന എല്ലാ വലിയ ഓയിൽ ഷോക്ക് സമയത്തും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു വലിയ വിന്നിംഗ് സെക്ടേഴ്സ് ആണ്. ആദ്യത്തെ വിന്നിംഗ് സെക്ടർ സ്ട്രീം ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമ്പോൾ ഏറ്റവും ഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിക്കുന്നത് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അപ്സ്ട്രീം കമ്പനീസിലേക്കാണ്. കാരണം അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ വില തന്നെയാണ്. ഇവിടെ ഒരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ആണ് ONGC. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊഡ്യൂസർ ആണ്. രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ക്രൂഡ് പ്രൊഡക്ഷന്റെ ഏകദേശം 71% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ONGC ആണ്. ക്രൂഡ് പ്രൈസ് ഉയരുമ്പോൾ ONGC ഓരോ ബാരൽ ഓയിൽ വിറ്റാലും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോ ഏണിംഗും കാഷ് ഫ്ലോയും നല്ല രീതിയിൽ കൂടും. ഹിസ്റ്റോറിക്കലി റൈസിംഗ് ക്രൂഡ് സമയത്ത് ONGC സേഫ് ഹെവൻ എനർജി പ്ലേ ആയിട്ട് മാർക്കറ്റ് കാണാറുണ്ട്. ONGCയുടെ ഒരു ഫണ്ടമെന്റൽ ടെക്നിക്കൽസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്ലെയർ ആണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഓയിൽ ഇന്ത്യയും ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ബിസിനസ്സിലാണ് അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇവ രണ്ടും ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള കമ്പനികളാണ്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് പോളിസീസ് ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഫ്യൂൽ പമ്പിൽ സാധാരണ ആളുകൾക്ക് പെയിൻ കാണുമ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് പൈപ്പ് ലൈനിൽ പ്രോഫിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളിവിടെ ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി രണ്ടാമത്തെ വലിയ ക്യാപിറ്റൽ റൊട്ടേഷൻ തീം ഇലക്ട്രിക് വെഹിക്കിളിന്റെയും ബാറ്ററി എക്കോ സിസ്റ്റത്തിന്റെയുമാണ്. ഓരോ തവണ പെട്രോൾ 100 രൂപ, 110 രൂപ ക്രോസ് ചെയ്യുമ്പോൾ ആളുകൾ EVയുടെ എക്കണോമിക് സീരിയസ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്യൂൽ കോസ്റ്റ് കൂടുന്നത് EV ഇൻഡസ്ട്രിക്ക് ഒരു ഫ്രീ മാർക്കറ്റിംഗ് പോലെയാണ്. ഇന്ത്യയിലെ ഈ ഒരു സ്പേസ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. അപ്പോ നെക്സോൺ EV, ടിയാഗോ EV, പഞ്ച് EV പോലെയുള്ള മോഡൽസ് ഇന്ത്യൻ മാർക്കറ്റിൽ മാസീവ് അക്സെപ്റ്റൻസ് നേടിയിട്ടുണ്ട്. പാസഞ്ചർ EV മാർക്കറ്റിൽ ടാറ്റ മോട്ടോഴ്സിന് വളരെ വലിയ ഒരു മാർക്കറ്റ് ഷെയർ തന്നെയുണ്ട്. പക്ഷെ സ്മാർട്ട് മണി കാർ കമ്പനീസിൽ മാത്രം നോക്കിയല്ല ഇരിക്കുന്നത്. ഓരോ EVക്കും ബാറ്ററി വേണം. അതായത് പിക്സ് ആൻഡ് ഷവൽ ഓപ്പർച്യൂണിറ്റി ആണ് അവർ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇവിടെ വലിയ രണ്ട് പേരുകൾ മുന്നോട്ട് വരുന്നുണ്ട്. ഒന്ന് എക്സൈഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ അമർ രാജ എനർജി ആൻഡ് മൊബിലിറ്റി. ലെഡ് ആസിഡ് ബാറ്ററി ബിസിനസിൽ ഡീക്കേഡ്സ് ആയിട്ട് ഡോമിനേഷൻ ഉണ്ടായിരുന്ന ഈ കമ്പനികൾ ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസിന്റെ ജിഗാ ഫാക്ടറീസ് നിർമ്മിച്ച് ഇന്ത്യൻ EV ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുകയാണ്. എക്സൈഡ് കർണാടകയിൽ വലിയ ലിഥിയം അയൺ പ്ലാന്റ് ബിൽഡ് ചെയ്യുകയാണ്. അമർ രാജ തെലങ്കാനയിൽ
ജിഗാ ഫാക്ടറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. PLI സ്കീം പോലെയുള്ള ഗവൺമെന്റ് ഇൻസെന്റീവ് ഇവർക്കൊരു വലിയ ടെയിൽവിൻഡ് ആണ്. EV ഡിമാൻഡ് കൂടുമ്പോൾ ബാറ്ററി ഡിമാൻഡ് കൂടി എക്സ്പ്ലോഡ് ചെയ്യും. അമർ രാജ ബാറ്ററീസിന്റെ ഫണ്ടമെന്റൽസ് അതുപോലെ തന്നെ ടെക്നിക്കൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ വലിയ തീം റിന്യൂവബിൾ എനർജി സെക്ടറാണ്. ഓരോ ഓയിൽ ക്രൈസിസും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു റിമൈൻഡർ ആണ്. ഇമ്പോർട്ടഡ് ഫ്യൂവൽ ഡിപ്പെൻഡൻസി എത്ര റിസ്കി ആണ് എന്ന് അവർ പലപ്പോഴും ആലോചിച്ചു പോകുന്നതും ഈ ഒരു സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ക്ലീൻ എനർജി ട്രാൻസിഷൻ കൂടുതൽ അഗ്രസീവായിട്ട് പുഷ് ചെയ്യും. ഇന്ത്യ 2030 500 ജിഗാവാട്ട് ഫോസിൽ ഫ്യൂവൽ കപ്പാസിറ്റി ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്ന വലിയ കമ്പനീസിൽ ഒന്ന് ടാറ്റ പവർ ആണ്. സോളാർ, വിൻഡ്, ഹൈഡ്രോ പ്രൊജക്ടുകൾക്കൊപ്പം EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലും ടാറ്റ പവർ വളരെ അഗ്രസീവ് ആണ്. അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജി ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ ഡെവലപ്പേഴ്സിൽ ഒന്നാണ്. NTPC, JSW എനർജി പോലുള്ള കമ്പനികളും റിന്യൂവബിൾ പോർട്ട്ഫോളിയോ അഗ്രസീവ്ലി എക്സ്പാൻഡ് ചെയ്യുകയാണ്. റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റ്മെന്റ് എന്നത് ഒരു ഓയിൽ ഹെഡ്ജ് മാത്രമല്ല, ഇന്ത്യയുടെ എനർജി ഇൻഡിപെൻഡൻസി സ്റ്റോറിയിൽ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ കൂടിയാണ്. ഹൈ ഓയിൽ പ്രൈസ് ഈ ഒരു ട്രാൻസിഷനെ കൂടുതൽ വേഗത്തിലാക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. തീർച്ചയായിട്ടും അതൊരു വലിയ ടെയിൽവിൻഡ് നൽകും എന്ന് തന്നെ നമുക്ക് പറയാതെ വയ്യ. അത്തരത്തിലുള്ള ഒരു സ്റ്റോക്കുകളുടെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ മനസ്സിലാക്കി പോയി. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഏരിയയും സമയവുമാണ് ഇത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഓയിൽ പ്രൈസ് ഹൈക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ലഭിക്കുന്ന കമ്പനികളിലൂടെ നമ്മൾ കണ്ണോടിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഓവറോൾ പിക്ചർ എന്താണ്? ഓയിൽ പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുഴുവൻ ക്രാഷ് ആകുന്നു എന്ന് തോന്നിയാലും റിയാലിറ്റിയിൽ സ്മാർട്ട് മണി ഒരു പ്രഡിക്റ്റബിൾ റൊട്ടേഷൻ ആണ് നടത്താറ്. ആദ്യം മണി അപ്സ്ട്രീം ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ONGC, ഓയിൽ ഇന്ത്യ പോലെയുള്ള ഡയറക്ട് ബെനിഫിഷ്യറികളിലേക്ക് പോകും. രണ്ടാമതായിട്ട് EV റവല്യൂഷൻ ആക്സലറേറ്റ് ചെയ്യും. ടാറ്റ മോട്ടോഴ്സ്, എക്സൈഡ്, അമർ രാജ പോലെയുള്ള കമ്പനികൾക്ക് മാസീവ് ടെയിൽവിൻഡ് ലഭിക്കും. മൂന്നാമതായിട്ട് റിന്യൂവബിൾ എനർജി തീം കൂടുതൽ ശക്തമാവുകയും ടാറ്റ പവർ, അദാനി ഗ്രീൻ, NTPC, JSW എനർജി പോലെയുള്ള കമ്പനികളിലേക്ക് വലിയ ബെനിഫിറ്റ് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോ ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോ ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.